നല്ല നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ദ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നുള്ള വിഷയമാണ്. ലോകത്തെ വലിയ സാമ്പത്തിക മാന്ദ്യം, ലോകരാഷ്ട്രങ്ങളെ തന്നെ പിടിച്ചുകുലുക്കിയ, ലോകത്തെ തന്നെ നിശ്ചലമാക്കിയ ആ വലിയ സാമ്പത്തിക പ്രശ്നത്തിലേക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ വിരല് ചൂണ്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്നതിനെക്കുറിച്ചും അതുണ്ടാകാനായിട്ടുള്ള കാരണവും അതുണ്ടായതിനു ശേഷം ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ മറിഞ്ഞു എന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു. പിന്നീടാണ് നമ്മളൊരു യുഗപ്പിറവി കെയ്ൻസ് എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പരിഹാരം കണ്ടെത്താം എന്നുള്ള ഒരു ആശയം പങ്കുവെക്കുകയും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഇന്നത്തെ ഈ വീഡിയോ. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, ഇതിൽ പലപ്പോഴും ചില പോയിന്റ്സുകൾ ഒരുപാട് പോയിന്റ്സുകൾ കടന്നു വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബുള്ളറ്റ് പോയിന്റ്സ് രൂപേണയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് പലപ്പോഴും പരീക്ഷയ്ക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കോമ്പറ്റീഷനുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഇതിനെ സെന്റൻസുകളാക്കി മാറ്റാനായിട്ടുള്ള ആ ഒരു മിടുക്ക് നിങ്ങൾ കാട്ടണം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ മാർക്കുകൾ ലഭ്യമാകത്തുള്ളൂ. ദ ഗ്രേറ്റ് ഡിപ്രഷൻ, ലോക സാമ്പത്തിക പ്രതിസന്ധി, ലോകത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധി. ഇനി എന്താണ് ആ പ്രശ്നം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഒന്നാമതായിട്ട് ചർച്ച ചെയ്യുന്നത്. ദ ഗ്രേറ്റ് ഡിപ്രഷൻ വാസ് എ സിവിയർ വേൾഡ് വൈഡ് എക്കണോമിക് ഡിപ്രഷൻ ഇൻ ദ ഡിക്കേഡ് പ്രിസീഡിംഗ് വേൾഡ് വാർ II. The timing of the Great Depression varied across nations, but in most countries it started in 1930 and lasted until the late 1930s or the mid-1940s. It was the longest, deepest, and the most widespread depression of the 20th century. In the 21st century, the Great Depression is commonly used as an example of how far for the world's economy can decline. The depression originated in US after the fall in the stock prices that began around September 4, 1929 and became worldwide news with the stock market crash of October 29, 1929. എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ? ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഗ്രേറ്റ് ഡിപ്രഷൻ. 1929 ഏകദേശം US ഇക്കോണമിയിലെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ വളരെ വിചിത്രമായൊരു ക്രാഷ്. നമുക്കറിയാം, സ്റ്റോക്ക് ക്രാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോ കമ്പനികൾക്കും റേറ്റ് ചെയ്തു അല്ലെങ്കിൽ മൂല്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. ആ കമ്പനികളെല്ലാം കൂട്ടത്തോടൊരു ഇടിവ് സംഭവിക്കുന്നതിലൂടെയാണ് ഗ്രേറ്റ് ഡിപ്രഷൻ പ്രത്യക്ഷത്തിൽ ലോക ജനത തന്നെ അറിയുന്നത്. നമ്മുടെ രാജ്യത്ത് കുറേയേറെ കമ്പനികളുണ്ടെങ്കിൽ അവരുടെ ട്രേഡാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നതെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാ കമ്പനികളുടെയും ഷെയറുകൾ ഇപ്പോഴുള്ള മൂല്യത്തിൽ നിന്ന് മൂല്യത്തിൻ്റെ 20% ചുരുങ്ങി. ഇപ്പം 100 രൂപ മൂല്യമുള്ള ഒരു ഷെയറുകൾക്ക് നാളെ 20 രൂപയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാണ് ആക്ച്വലി അന്ന് US ഇക്കോണമിയിൽ നടന്നത്. പെട്ടെന്ന് തന്നെ അവരുടെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഷെയറുകളുടെ മൂല്യം 20% കുറയുകയാണ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നിയ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന സംഭവം. അതാണ് ആരംഭമായിട്ട് എല്ലാവരും എടുത്തു കാണിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെയൊക്കെ അതിൻ്റെ വിത്തുകൾ പാകിയിട്ടുണ്ടായിരുന്നു എന്നത് വേണം അനുമാനിക്കാനായിട്ട്. പല രാജ്യങ്ങളിലും ഈ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഇമ്പാക്റ്റ് പല കാലഘട്ടങ്ങളിലാണ്. 1930കളിൽ, 35കളിൽ, 1940കളിലേക്കൊക്കെ പല രാഷ്ട്രങ്ങളിലും ഇത് നീണ്ടുപോയി. പക്ഷെ പൊതുവെ നമുക്ക് പറയാം, രണ്ടാമത്തെ ലോക മഹായുദ്ധം ആരംഭിക്കുന്ന വർഷത്തിന് മുമ്പ് ഏകദേശം ഈ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നുള്ള ആ പ്രതിഭാസം ലോകരാഷ്ട്രങ്ങളിലൂടെ കടന്നു പോയി എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒറിജിനിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും 1929 എന്നുള്ള വർഷത്തെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയാനായിട്ട് പറ്റും. 1929 US എക്കോണമിയിലാണ് ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ആരംഭം. ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷാണ് പ്രത്യക്ഷത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ എന്താണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്നതിനെ എടുത്ത് കാണിക്കുന്ന ഒരു സംഭവ വികാസം. ഇനി സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞാൽ വലിയ പ്രശ്നമാണോ എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ. വലിയ പ്രശ്നമാണ് എന്ന് തന്നെയായിരിക്കും ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു തകർച്ച വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ രാജ്യത്തെ ആളുകളുടെ വരുമാനത്തിലാണ് തകർച്ച സംഭവിച്ചത് അല്ലേ. എൻ്റെ കയ്യിൽ 100 രൂപ മൂല്യമുണ്ടാകുന്ന സാധനം അല്ലെങ്കിൽ ഷെയറുകൾ ഉണ്ട് എന്നിരിക്കട്ടെ, പെട്ടെന്ന് അത് 20 രൂപയായി ചുരുങ്ങുമ്പോൾ എൻ്റെ വരുമാനമാണ് 20 രൂപയായിട്ട് കുറയുന്നത്.
അപ്പോൾ ആ രാജ്യത്തിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഒരുപാട് പേരുടെ വരുമാനം ഒറ്റയടിക്ക് തന്നെ ഇടിയുകയാണ് ചെയ്യുന്നത്. വരുമാനം ഇടിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ സാധനം വാങ്ങുമോ? കൂടുതൽ സാധനം പോയിട്ട് ഒരു സാധനവും വാങ്ങത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? രാജ്യത്തിനകത്ത് വസ്തുക്കൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് വരും. ശരിയല്ലേ? ആരും വിപണിയിൽ സാധനങ്ങൾ വാങ്ങാതെ മുന്നോട്ട് വരാത്ത അവസ്ഥ വരും. അപ്പോൾ രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ ലെവൽ ഇടിയും. പ്രൊഡക്ഷൻ ലെവൽ ഇടിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയും, വരുമാനം രാജ്യത്തിൻ്റെ ഇടിയും. അങ്ങനെ തുടർന്ന് ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു നെഗറ്റീവ് വ്യൂ ആയിരിക്കും അല്ലേ? നമുക്ക് നമ്മുടെ ഷെയറുകൾക്കൊന്നും മൂല്യം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ കഴിവതും കിട്ടുന്ന ഓരോ രൂപയും മാറ്റി വെക്കാനായിട്ട് ഇനി എന്താണ് എൻ്റെ ദൈവമേ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഇനി എന്ത് സംഭവിക്കും? അതുകൊണ്ട് തന്നെ കിട്ടുന്ന നയ പൈസ സേവ് ചെയ്ത് കൈവയ്ക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും ഇക്കോണമി എന്ത് സംഭവിക്കും? ചലനാത്മകമാകുമോ? ഒരിക്കലും ഇല്ലല്ലേ. ഇക്കോണമി ഒരു ചത്ത ഇക്കോണമിയുടെ അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിലൂടെ തുടങ്ങി എന്ന രീതിയിലാണ് ഗ്രേറ്റ് ഡിപ്രഷൻ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ആ വരവിനെയാണ് ഇനിയും ഈ ഒരു സ്ലൈഡിൽ പരിചയപ്പെടുത്തുന്നത്. ദ കമ്മിങ് ഓഫ് ഡിപ്രഷൻ. During the 1920s, many Americans enjoyed what seemed like an endless era of prosperity. ഓക്കെ, അപ്പം 1920s അമേരിക്കയുടെ കയ്യിൽ അല്ലെങ്കിൽ അമേരിക്കൻസിൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒരുപാട് പണം, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ഒരു പ്രോസ്പറായിട്ടുള്ള രാജ്യമായിട്ട് വന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പണം ഒരുപാട് വന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? 1929 ആയപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് പെട്ടെന്ന് ക്രാഷ് ചെയ്തു. ക്രാഷ് ചെയ്തതിൻ്റെ ഔട്ട്കമായിട്ട് നമ്മുടെ വ്യാപാര ബന്ധങ്ങൾ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്തു. പ്രൊഡക്ഷൻ അഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിക്ലൈനിങ് ട്രേഡ്, വ്യാപാരം ഇടിഞ്ഞു. വ്യാപാരം ഇടിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായി. കണ്ടോ, ഒരു സംഭവ വികാസം. ഇതാണ് നമ്മുടെ ഇക്കോണമിക്സിൻ്റെ ഒരു വലിയൊരു കാര്യം. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അനുബന്ധമായിട്ട് വേരിയസ് പ്രശ്നം, നമ്മൾ പറയത്തില്ലേ നമ്മുടെ മോശം കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. കാരണം ഒരു സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ തുടർന്ന് അനവധി സംഭവവികാസങ്ങൾ കയറി വരികയാണ്. അങ്ങനെ രാജ്യത്തെ എന്ത് സംഭവിക്കും? ഡ്രമാറ്റിക് ഡിക്ലൈൻ, താഴേക്ക് അങ്ങ് അടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ ആ രാജ്യത്തെ തന്നെ ശിഥിലമാക്കുന്ന രീതിയിൽ അതിൻ്റോട് കൂടെയൊക്കെ എന്തുണ്ടായിരുന്നു? വേൾഡ് വാറിൻ്റെ കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു ഇല്ല. ഒന്നാം ലോക മഹായുദ്ധം 1919 അവസാനിച്ചുവെങ്കിലും അതിൻ്റെ ബാധ്യതകളൊക്കെ പല രാഷ്ട്രങ്ങൾക്കുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി ആ രാജ്യത്തിൻ്റെ കണ്ടീഷൻ ആകെ താഴേക്ക് പോകുന്ന ഒരവസ്ഥ 1929 പെട്ടെന്ന് ആ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിലൂടെ സംഭവിച്ചു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബിഗിനിങ് എന്നുള്ള ഭാഗത്തൊക്കെ പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. രാജ്യത്തിൻ്റെ അകത്ത് അതിൻ്റെ കൂടെ തന്നെ പ്രത്യക്ഷമായ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേ നോക്കിക്കേ, സിവിയർ ഡ്രോട്ട്, ഒരു ഡ്രോട്ട് വരൾച്ച ഉണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ ഇക്കോണമിയുടെ അകത്ത് ഒരു വരൾച്ച സംഭവിച്ചു. അപ്പം വരൾച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഉൽപ്പാദനത്തിൻ്റെ അളവിലൊക്കെ വലിയ കുറവ് സംഭവിച്ചു. അപ്പോൾ ഇതെല്ലാം അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആ 1929 ഒരു ഇയർ ഒരു മാർക്ക് ചെയ്ത് വയ്ക്കപ്പെടേണ്ട ഒരു വർഷമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് പ്രത്യേകിച്ച് നമ്മൾ പറയുമെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ കൃഷിയിൽ ഒരു വരൾച്ച സംഭവിച്ചു. അപ്പോൾ കൃഷിയുടെ ഉൽപ്പാദനം എല്ലാം കുറഞ്ഞു. സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞതോടുകൂടി ആളുകളുടെ വരുമാനം ഇടിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വ്യാപാരം ഇടിഞ്ഞു, ഉൽപ്പാദനം ഇടിഞ്ഞു, തൊഴിലില്ലായ്മ ഉണ്ടായി. ഇതെല്ലാം ഒന്നിന് പിറകെ ഒന്നായിട്ട് ഉൽപ്പാദന സാധനങ്ങളെല്ലാം എന്ത് സംഭവിച്ചു? കെട്ടിക്കിടക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ തുടർന്ന് ഒരു രാജ്യത്തെ എല്ലാ രീതിയിലും മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് ആ രാജ്യം ശിഥിലമാകാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ സ്ലൈഡുകളിലൂടെയൊക്കെ അതിൻ്റെ ബാക്കി സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ്. കോസസ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ. ഓക്കെ, പ്രത്യേകിച്ച് ബാക്കി കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് അല്ലാതെ ഉണ്ടായ കാരണങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബാങ്ക്സ് ഫെയിലിയർ, ഓരോ സ്ലൈഡിലും ഓരോ കാരണങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ബാങ്കുകളുടെ കൂട്ടത്തകർച്ച, ഇന്റർനാഷണൽ ട്രേഡ് ഇടിഞ്ഞു, ഓവർ പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, അപ്പോൾ അഗ്രികൾച്ചർ ഗുഡ്സ്. ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു വരൾച്ച ഉണ്ടായി ഇല്ലേ, പ്രൊഡക്ഷൻ ഡിക്ലൈൻ ചെയ്തു. ശരിയാണ്, ഡിക്ലൈനിങ് ഓഫ് ഫാമിംഗ് ഇൻഡസ്ട്രി എന്നതുണ്ട്. ഡിക്ലൈനിങ് ഓഫ് ഫാമിംഗ് ഇൻഡസ്ട്രി എന്നൊരു പോയിന്റ് അവിടെ ഉണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു? ആളുകളുടെ കയ്യിൽ വാങ്ങാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു?
ഉൽപാദനം അതുപോലെയൊക്കെ തന്നെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? എനിക്ക് വാങ്ങാൻ കപ്പാസിറ്റി ഇല്ല. പക്ഷെ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓവർ പ്രൊഡക്ഷൻ സംഭവിക്കും അല്ലേ? ഉൽപാദനം നിർത്തുന്നില്ല, ഓവർ പ്രൊഡക്ഷൻ സംഭവിച്ചു. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഓവർ പ്രൊഡക്ഷൻ സംഭവിച്ചു. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ചില ആളുകളുടെ കയ്യിൽ പണം, ചിലർക്ക് വരുമാനം, ചിലരുടെ കയ്യിൽ ഇല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ രാജ്യം പോയി. അപ്പോൾ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പം നമ്മൾ ആ ഓരോ കാരണങ്ങളെ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ബാങ്കിങ് മേഖല കൊലാപ്സ് ചെയ്തു അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? ഒരുപാട് പേര് വായ്പകൾ എടുത്തിട്ടുണ്ട്. അവർക്ക് തിരിച്ചടയ്ക്കാൻ മാർഗമുണ്ടോ? ഇല്ല. നമ്മൾ വിചാരിക്കും തിരിച്ചടച്ചിട്ട് എല്ലാം ജപ്തി ചെയ്ത് ബാങ്കിൽ എടുത്താൽ പോരെ എന്നല്ലേ. ജപ്തി ചെയ്തിട്ട് ബാങ്ക് എന്തോ ചെയ്യാനാ? ബാങ്ക് ജപ്തി ചെയ്ത സാധനം വിറ്റ് വരുമാനമാക്കുമ്പോൾ ബാങ്കിന് കാര്യം ഉണ്ടാവുന്നുള്ളൂ അല്ലേ? ഞാനൊരു സ്വർണം പണയം വെച്ചു, ബാങ്ക് അത് ജപ്തി ചെയ്ത് എടുത്തിട്ട് നാളെ എന്താ ചെയ്യുന്നത്? ലേലത്തിലൂടെ വിൽക്കുകയാണ്. ലേലത്തിലൂടെ വാങ്ങാൻ ആളില്ല എങ്കിൽ എന്ത് ചെയ്യും? ബാങ്കിന് ഇതെല്ലാം കെട്ടിവെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചത്. പല ആളുകൾക്കും റീപേ ചെയ്യാൻ പറ്റാതെ വന്നു. കൂട്ടത്തോടുകൂടി റീപേ അല്ലെങ്കിൽ തിരിച്ചടവുകൾ മുടങ്ങി. അപ്പോഴത്തേന് എന്ത് സംഭവിച്ചു? ലോണുകൾ ഒരുപാട് നേരത്തെ തൊട്ടുള്ളതെല്ലാം മുടങ്ങാനായിട്ട് തുടങ്ങി. ബാങ്കുകൾക്ക് ജപ്തി ഭീഷണി ബാങ്കുകൾ തുടങ്ങി. പക്ഷെ ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ജപ്തി ചെയ്തെടുത്തു, ഞങ്ങൾക്ക് അടയ്ക്കാനോ വാങ്ങാനോ ഒന്നും നിവൃത്തിയില്ല. ജപ്തി ചെയ്തെടുത്ത കാശ് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ജപ്തി ചെയ്തെടുത്ത സ്വത്ത് ബാങ്കുകൾക്ക് വിൽക്കാൻ പറ്റാതായി. ബാങ്കുകൾ വെറുതെ കടലാസിൽ ഒരുപാട് സ്വത്തുള്ള സ്ഥാപനങ്ങളായി മാറി. ചുരുക്കം പറഞ്ഞാൽ ബാങ്കുകളൊക്കെ പതുക്കെ ഇല്ലാതാകുന്ന, കൊലാപ്സ് ചെയ്ത് തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോയി. പിന്നെ ഞാൻ പറഞ്ഞൊരു കാരണം എന്താണ്? ഇന്റർനാഷണൽ ട്രേഡ് ഡിക്ലൈൻ ഇല്ലേ? അമേരിക്കയിൽ നിന്ന് ബാക്കി രാജ്യങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളുടെ അളവൊക്കെ കുറഞ്ഞു. യൂറോപ്യൻ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഡിക്ലൈൻ. ഫാക്ടറീസ് പ്രൊഡ്യൂസിങ് മോർ. അപ്പോൾ അവരുടെ ഫാക്ടറീസ് തന്നെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. പേഴ്സണൽ ഇൻകം ടാക്സ്, റവന്യൂ, പ്രോഫിറ്റ്സ് ആൻഡ് പ്രൈസസ് ഡ്രോപ്ഡ്. നമ്മുടെ US ഇക്കോണമിയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയൊക്കെ ഇൻകം കുറഞ്ഞ്, ടാക്സ് കൂട്ടി, റവന്യൂ, പ്രോഫിറ്റ്, ലാഭം എല്ലാം അങ്ങ് ഇടിയാൻ തുടങ്ങി. ഇന്റർനാഷണൽ ട്രേഡ് പ്ലഞ്ച്ഡ്. അപ്പോൾ ഇടിഞ്ഞു പോയി എന്ന് വേണം കരുതാനായിട്ട്. ഓക്കെ, ഓവർ പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ ഗുഡ്സ്. അപ്പം ഞാൻ പറഞ്ഞു ഡിക്ലൈൻ ഉണ്ടായിരുന്നു അല്ലേ? വരൾച്ചയൊക്കെ വന്നപ്പോൾ ഉൽപ്പാദനത്തിൻ്റെ അളവ് കുറഞ്ഞായിരുന്നു, ശരിയാണ്. പക്ഷേ അതല്ല ഇവിടെ പ്രശ്നം. അമേരിക്കൻ ഫാമേഴ്സ് ഹാഡ് പ്രോസ്പേർഡ് ഡ്യൂറിങ് വേൾഡ് വാർ I നല്ല രീതിയിൽ പോയി. യൂസ് പ്രോഫിറ്റ്സ് ടു ബൈ മെഷീൻസ് ടു പ്രൊഡ്യൂസ് മോർ. ആ സമയത്ത് ഒരുപാട് പുതിയ മെഷീനുകൾ ഇറക്കുമതിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഉൽപ്പാദനം തുടങ്ങി. പക്ഷെ എന്ത് സംഭവിച്ചു? ഡിമാൻഡ് പെട്ടെന്ന് ഇല്ലാതായി. ഡിമാൻഡ് ഇല്ലാതായപ്പോൾ മെഷീനുകളുടെ ഒക്കെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേ ഇരിക്കും അല്ലേ? പക്ഷെ ആളുകൾ വാങ്ങുന്നതൊന്നും നോക്കുന്നില്ല. പ്രത്യേകിച്ച് എന്നാ പ്രശ്നം പറ്റിയെന്നറിയാം? നമ്മൾ ഇതിൻ്റെ അവസാനം കാണും. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ ഒരു ചിന്തയുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് അല്ലേ? ക്ലാസിക്കൽസ് ഡിമാൻഡിനല്ല പ്രാധാന്യം നൽകിയിരുന്നത്, സപ്ലൈ ആണ് അല്ലേ? ഓരോ ആളുകളും ലെയ്സസ് ഫെയർ സമ്പ്രദായം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓരോ ആളുകളും അവരുടെ കഴിവിനും അങ്ങ് ഉൽപ്പാദിപ്പിച്ചോ. ഗവൺമെൻറ് ഇടപെടത്തില്ല, മാർക്കറ്റ് മാത്രമേ ഉള്ളൂ കാര്യം. അപ്പം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് അല്ലേ? എത്ര ഉൽപ്പാദിപ്പിച്ചാലും അതിന് ഡിമാൻഡ് വന്നോളും എന്നുള്ള ചില ബാലിശമായിട്ടുള്ള ഒരു നയങ്ങളൊക്കെ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൽപ്പാദനത്തിലൊക്കെ വൻ ഉയർച്ച സംഭവിച്ചു, അല്ലെങ്കിൽ ഓവർ പ്രൊഡക്ഷൻ സംഭവിച്ചു. ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഉൽപ്പാദനം നടന്നു. ഇതേ പ്രശ്നം തന്നെ ഇൻഡസ്ട്രിയൽ മേഖലയിലും സംഭവിച്ചു. ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ഡിമാൻഡ് ഇല്ലായിരുന്നു, പക്ഷേ എന്ത് സംഭവിച്ചു? ഡിമാൻഡ് ഇല്ലാതെ വന്നപ്പോഴത്തേന് ഇവരുടെ എല്ലാം ഓവർ പ്രൊഡക്ഷൻ വന്നു. 1920s നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴുകൂടി പുതിയ മെഷീൻസ് വന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? 1929 ആയപ്പോഴേക്കും സപ്ലൈ ഗ്രേറ്റ്ലി എക്സീഡഡ് ഡിമാൻഡ്. ഓക്കെ, ഫാമിംഗ് ഇൻഡസ്ട്രി ഡിക്ലൈൻ ചെയ്തതിനുള്ള കാരണങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഡ്രോട്ടിന്റെ കാര്യം പറയാം നിങ്ങൾക്ക്, വരൾച്ച ഉണ്ടായത് ഒരു കാരണമായിട്ട് പറയാം. പിന്നെ കടക്കെണിയിലായി പോയ കർഷകരെ കുറിച്ചിട്ടൊക്കെ പറയാം. അപ്പം അതോടുകൂടി ബാങ്കുകളെല്ലാം തകരാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? പുതിയ വായ്പകൾ കിട്ടാനായിട്ടുള്ള മാർഗമില്ലാതായി. ചുരുക്കം പറഞ്ഞാൽ ഫാമിംഗ് ഇൻഡസ്ട്രി കർഷകരെ മറ്റൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണമാണ് അല്ലെ? വെൽത്ത് റിച്ചറായിട്ട് വരുന്ന ഒരവസ്ഥ വന്നു. പൂവറിൻ്റെ കയ്യിൽ ഒരു രീതിയിലുള്ള പണവും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വന്നു. ഒരു ഗ്യാപ്പ് വലുതായിട്ട് വന്നു. കാരണം ഒരുപാട് തൊഴിലുകൾ നഷ്ടപ്പെട്ടു. തൊഴിലുകൾ നഷ്ടമാകുമ്പോൾ പ്രത്യേകിച്ച് വലിയ സ്കില്ലില്ലാത്ത ആളുകളുടെ തൊഴിലുകളാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഒരുപാട് പേര് തൊഴിലില്ലാതെ വന്നപ്പോഴത്തേക്ക് കുറച്ച് പേരുടെ കയ്യിൽ പണവും കുറച്ച് പേരുടെ കയ്യിൽ
പണമില്ലാത്തൊരവസ്ഥയും വന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, സാധാരണ ആളുകളുടെ കയ്യിൽ പണം വന്നെങ്കിലേ അവർ ചിലവാക്കത്തുള്ളൂ. റിച്ച് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് കൺസംഷൻ എക്സ്പെൻഡിച്ചർ വളരെ കുറവാണ്. അവർ പലപ്പോഴും സേവ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും, വേറെ രീതിയിലാണ് പോകുന്നത്, ഉൽപ്പാദന മേഖലയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഉൽപ്പാദന മേഖലയെ പിടിച്ചു നിർത്തണമെങ്കിൽ ഡിമാൻഡ് വേണം അല്ലേ? അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് പണം എത്തണം. പക്ഷേ ഇൻകം ഇല്ലാതായ അവസ്ഥ അല്ലെങ്കിൽ തൊഴിലില്ലാതായപ്പോഴത്തേന് സാധാരണക്കാരൻ്റെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഗ്രേറ്റ് ഡിപ്രഷൻ്റെ കാരണങ്ങളായിട്ട് എടുത്തു പറയാം. നിങ്ങൾ എന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടേതായ സെൻറ്റൻസുകളിൽ, നിങ്ങളുടേതായ ഭാവനയിൽ ഇത് പൂർത്തീകരിച്ചാൽ മതി. അല്ലാതെ ഈ പോയിന്റ്സ് തന്നെ എഴുതണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, എഫക്ട്സ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ. ഇനി എന്ത് എഫക്റ്റാണ് ഗ്രേറ്റ് ഡിപ്രഷൻ വരുത്തി വെച്ചിട്ടുള്ളത് എന്നതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഗ്രേറ്റ് ഡിപ്രഷനോടുകൂടി ലോകരാഷ്ട്രങ്ങളിലെ ഇക്കോണമികൾ ക്രാഷ് ചെയ്തു. നേഷൻസ് എക്കോണമി ക്രാഷ്ഡ്. ഫാമേഴ്സ് സ്ട്രഗിൾ, ഒരുപാട് കർഷകർ ആത്മഹത്യകൾ, തകർച്ചയിലേക്ക് വന്നു. റൈസിങ് പ്രൈസസ്, അതിൻ്റെ കൂടെ വിലയെല്ലാം കൂടെ വർദ്ധിക്കാൻ തുടങ്ങി. ചിലപ്പോഴേക്കും വില കുറയ്ക്കാൻ ശ്രമിച്ചു, പക്ഷേ അതുകൊണ്ട് ആളുകൾ വാങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നില്ല. ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ വൈഡൻ. ബാങ്ക്സ് ഇല്ലാതായി. GNP, രാജ്യത്തിൻ്റെ വരുമാനം, GDP എല്ലാം ഇടിഞ്ഞു. ഭയങ്കര പ്രതിസന്ധിയിലുള്ള ഒരുപാട് പേർക്ക് ഭവനം നഷ്ടപ്പെട്ടു. ഇങ്ങനെ രാജ്യം സിക്ക് ഇക്കോണമിയായി മാറി. നേഷൻ സിക്ക് ഇക്കോണമി. Nation is sick economy. As the 1920s advanced, serious problems threatened the economy. Important industries struggled, including പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികളെല്ലാം തകർന്നടിഞ്ഞു. അഗ്രികൾച്ചർ, റെയിൽ റോഡ്സ്, ടെക്സ്റ്റൈൽസ്, സ്റ്റീൽ, മൈനിങ്, ഓട്ടോമൊബൈൽസ്, ഹൗസിംഗ്, കൺസ്യൂമർ ഗുഡ്സ്, പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികളൊക്കെ തകർന്നു. ഫാമേഴ്സ് സ്ട്രഗിൾ. ഫാമേഴ്സിന് വരുമാനം ഉണ്ടോ? ഇല്ല. നമ്മൾ തന്നെ പറഞ്ഞു അല്ലേ, കർഷകരെ സംബന്ധിച്ച് ഓവർ പ്രൊഡക്ഷൻ ആയിരുന്നു, കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നു. കർഷകരുടെ വരുമാനം ഇല്ലാതായി, തൊഴിലില്ലാതായി, ഡിമാൻഡ് ഇല്ലാതായി, ബാങ്കിൽ നിന്ന് വായ്പ കിട്ടാതായി, ബാങ്കിൽ നിന്ന് എടുത്ത വായ്പ കൊടുക്കാനായിട്ട് നിർബന്ധിതരായി. അവരുടെ കർഷകരുടെ ഭൂമി ബാങ്കുകൾ ജപ്തി ചെയ്യാൻ തുടങ്ങി. കർഷകർ പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് കർഷകരെ വീണ്ടും തള്ളിയിട്ടു. കൺസ്യൂമർ സ്പെൻഡിങ് ഡൗൺ. ഉപഭോക്താവിന്റെ കയ്യിൽ വരുമാനം എന്തെങ്കിലും ഉണ്ടോ? ബൈ ദ ലേറ്റ് 1920s അമേരിക്കൻ കൺസ്യൂമേഴ്സ് വെയർ ബൈയിങ് ലെസ്. വരുമാനം ഇല്ലാതെ വാങ്ങാൻ പറ്റുമോ? ഒരു സാധനവും വാങ്ങാൻ പറ്റത്തില്ല അല്ലേ? അതിൻ്റെ കൂടെ എന്ത് സംഭവം? വില വർധനവ് ഒരു സൈഡിലുണ്ടാകും, വേജസിന്റെ വർധനവ് ഉണ്ടാകുന്നില്ല, സ്റ്റാഗ്നന്റ് വേജസ് ആൻഡ് ഓവർ ബൈയിങ് ഓൺ ക്രെഡിറ്റ്. അതിൻ്റെ കൂടെ വായ്പ എടുത്തൊക്കെ കൺസ്യൂമേഴ്സിന്റെ അവസ്ഥ പരിതാപകരമായി. മോസ്റ്റ് പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് ദ മണി ടു ബൈ ദ ഫുഡ്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ പോലും വാങ്ങാനായിട്ടുള്ള വരുമാനമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോയി. ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞാണ് അല്ലേ, നേരത്തേനെക്കാട്ടും വരുമാനത്തിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ദ വെൽത്തിയസ്റ്റ് 1% സോ ദെയർ ഇൻകം റൈസ് 75%. 1% ആളുകളുടെ ഇൻകം 75% വർദ്ധിച്ചു. പക്ഷേ ബാക്കി ആളുകളുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടായില്ല. ബാക്കി 99% ആളുകൾ, അല്ലെങ്കിൽ ഇവിടുത്തെ കണക്കനുസരിച്ച് മോർ ദാൻ 70% ഓഫ് ദ അമേരിക്കൻ ഫാമിലീസ് ഏൺ ലെസ് ദാൻ $2,500 പെർ ഇയർ. 70% ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ 2,500 രൂപ, അവിടുത്തെ രാജ്യത്ത് ഡോളർ ആയതുകൊണ്ട് $2,500 എന്ന വരുമാനം പോലും ഇല്ലാതായി ഒരു വർഷം എന്ന രീതിയിലേക്ക് വന്നു. ഫിനാൻഷ്യൽ കൊലാപ്സ്. രാജ്യത്തെ മൊത്തത്തിൽ സാമ്പത്തിക മാന്ദ്യമല്ലെങ്കിൽ രാജ്യത്തെ മൊത്തത്തിൽ തകരുന്ന ഒരവസ്ഥയിലേക്ക് പ്രധാനമായിട്ട് രാജ്യം കടന്നുപോയി. അത് കണ്ടോ, ഞാൻ അവിടെ കണക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. 1929 600 ബാങ്ക്സ് ഫെയിൽഡ്. In 1933 11,000 of 25,000 banks nationwide had collapsed. ഇതൊക്കെ അവസ്ഥയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല തകർന്നു പോകുന്നതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് ഈ കാണിച്ചതൊക്കെ. അപ്പം എന്ത് സംഭവിച്ചു? എഫക്റ്റ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. GNP എന്ത് സംഭവിച്ചു? രാജ്യത്തിൻ്റെ വരുമാനത്തെയാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്നൊക്കെ പറയുന്നത് അല്ലേ. വരുമാനമുണ്ടോ? ഇല്ല, വരുമാനമൊക്കെ ഇല്ലാതായി. അൺഎംപ്ലോയ്മെന്റ് സോഴ്സ്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ 10 മടങ്ങ് വർദ്ധിച്ചു. അൺഎംപ്ലോയ്മെന്റ് ലീപ്ഡ് ഫ്രം 3% in 1929. 3% ആളുകൾക്കായിരുന്നു 1929 തൊഴിലില്ലായിരുന്നുവെങ്കിൽ 1933 ആയപ്പോഴത്തേന് 25% ആളുകൾക്ക് തൊഴിലില്ലാതായി. 90,000 ബിസിനസ്സസ് വെന്റ് ബാങ്ക്രപ്റ്റ്. 90,000 ബിസിനസ് സ്ഥാപനങ്ങൾ കടക്കണിയിലേക്ക് പോയി. ബിറ്റ്വീൻ 1928 and 1932 the US GNP
the total output of a nation's goods and services fell nearly 50% from 104 billion to $559 billion. 1928-1932 കാലഘട്ടത്തിൽ US ഇക്കോണമിയിലെ വരുമാനം ഇത്ര ശതമാനത്തിൽ 50% ഇടിവ് സംഭവിച്ചു. $104 ബില്യൺ ആയിരുന്നതിൽ നിന്ന് $59 ബില്യൺ താഴേക്ക് ഇടിഞ്ഞുപോയി. ഹാർഡ്ഷിപ്സ്, ഹോംലെസ്നെസ് ഇൻക്രീസസ്, ഒരുപാട് പേരുടെ ഭവനമൊക്കെ നഷ്ടപ്പെട്ടു, പ്രയാസങ്ങളൊക്കെയായി. ദ ഗ്രേറ്റ് ഡിപ്രഷൻ ബോട്ട് ഹാർഡ്ഷിപ്പ്, ഹോംലെസ്നെസ് ആൻഡ് ഹങ്കർ ടു മില്യൻസ്. ഒരുപാട് പേര് വളരെ ബുദ്ധിമുട്ടിയൊക്കെ ജീവിക്കാനായിട്ട് തുടങ്ങി. അവരുടെ വരുമാനവും വീട് ഇല്ലാത്ത അവസ്ഥയും ജപ്തി ഭീഷണിയൊക്കെ ആയി കാരണം. ഓക്കെ, വേൾഡ് വൈഡ് എഫക്റ്റ്. ഇനി ഞാൻ ഇത്രയും നാള് US മാത്രം പറഞ്ഞതുകൊണ്ട് USA മാത്രമല്ല ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി ലോകരാഷ്ട്രങ്ങളെയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓസ്ട്രേലിയ, ഈസ്റ്റ് ഏഷ്യ, ഫ്രാൻസ്, ജർമ്മനി, ലാറ്റിൻ അമേരിക്ക, ഇന്ത്യയിൽ വരെ ഇതിൻ്റെ പ്രതിഫലനങ്ങളൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായി എന്നതാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ലോകരാഷ്ട്രം, അതുകൊണ്ട് തന്നെയാണ് ഇത് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകരാഷ്ട്രങ്ങളെ മുഴുവനും പിടിച്ചു കുലുക്കിയ സംഭവമായി മാറി. 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ ചില ഈ ഗ്രേറ്റ് ഡിപ്രഷനെ ചുറ്റിപ്പറ്റി അവരുടെ ചില നയങ്ങളിൽ വന്നിട്ടുള്ള പാളിച്ചകൾ അറിഞ്ഞിരിക്കണം. ക്ലാസിക്കൽസ് എന്ന് പറയുന്നത് പ്രാചീന അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായ എക്കണോമിക്സിന്റെ സ്കൂൾ ഓഫ് തോട്ടാണ്. ആഡം സ്മിത്തിന്റെ കാലഘട്ടം മുതലുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത് അല്ലേ. ക്ലാസിക്കൽസിന്റെ ചില നയങ്ങൾ നിങ്ങൾ അറിയാം നിങ്ങൾക്ക് അല്ലേ. എന്താ അവർ പറയുന്നത്? ഗവൺമെന്റ് ഇടപെടണോ? ലേസസ് ഫെയർ സമ്പ്രദായമാണ് അല്ലേ. നോ സീരിയസ് പോളിസീസ് വെയർ അണ്ടർടേക്കൻ ബൈ ദ ഗവൺമെന്റ് ഒരു കാര്യത്തിലും ഇടപെടണ്ട. അതാണ് അവരുടെ നയം. 2, എന്തെങ്കിലും പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടെങ്കിൽ ആര് പരിഹരിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് പരിഹരിക്കപ്പെടും അല്ലേ. ഇതാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇൻവിസിബിൾ ഹാൻഡ് തിയറി അല്ലേ. അദൃശ്യമായ കരങ്ങൾ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും എന്നതാണ് അവരുടെ സങ്കല്പം. 3, അവർ പറഞ്ഞത് ഡിമാൻഡിനെ കുറിച്ചിട്ടാണോ? കൂടുതലായിട്ട് ഉൽപാദനം നടന്നോട്ടെ. ഈ ഓവർ പ്രൊഡക്ഷൻ വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ് ഇല്ലേ. ഉൽപാദനത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എത്ര ഡിമാൻഡ് ചെയ്യുന്നു, ഡിമാൻഡിനനുസരിച്ച് ഉൽപ്പാദിപ്പിക്കണമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, പിന്നെ അവർ പറഞ്ഞ എന്താണ്? പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും അല്ലേ. നമുക്കറിയാവുന്ന ലോ ഓഫ് ഡിമാൻഡ് ആണ് അല്ലേ. പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. പക്ഷേ പ്രൈസ് ഈ കാലഘട്ടത്തിൽ കുറഞ്ഞുവെങ്കിൽ പോലും വലിയ കുറച്ചിലൊന്നും സംഭവിച്ചില്ല. പ്രൈസ് ഇടയ്ക്ക് കൂടുകയാണ് ചെയ്തത്. പ്രൈസ് കുറഞ്ഞു, പക്ഷെ അതിനനുസരിച്ച് ഡിമാൻഡ് പിക്ക് ചെയ്തില്ല. അപ്പം വലിയ രീതിയിൽ കുറഞ്ഞുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കണ്ടുവരുന്നൊരു പ്രതിഭാസം. വേജസ് ഒക്കെ ഒരുപാട് കുറഞ്ഞു ഈ കാലഘട്ടത്തിൽ. ആളുകളുടെ കയ്യിലെ വരുമാനമൊക്കെ ഒരുപാട് ഇടിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ എംപ്ലോയ്മെൻ്റ് ഒന്നും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വന്നു. ക്ലാസിക്കൽസ് പറഞ്ഞൊരാശയം എന്താണ്? ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും നടമാടിയില്ല അല്ലേ. വേജസ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും, ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാകും എന്നൊക്കെ അവർ വിശ്വസിച്ചിരുന്നു. വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഒക്കെ ക്ലാസിക്കൽസിന്റെ ചില നയങ്ങളായിരുന്നു. അപ്പോൾ ഇതെല്ലാം പാളിപ്പോയ ഒരു കാലഘട്ടമായിരുന്നു 1929 ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന കാലഘട്ടം. ഇനിയാണ് നമ്മൾ ആ യുഗപ്പിറവിയെക്കുറിച്ച് പറയുന്നത്. ഈ ക്ലാസിക്കൽസ് പറഞ്ഞ ആശയങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് എക്കണോമിക്സിന് ഒരു പുതിയ ഊർജം കൊടുത്ത ആളാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കെയ്നീഷ്യൻ എക്കണോമിക്സിന്റെ തുടക്കമൊക്കെ ഈ കാലഘട്ടത്തിലായിരുന്നു. പ്രത്യേകിച്ച് കെയ്ൻസിന്റെ ഒരു ബുക്കുണ്ട്, ഏതാണ്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി ഇല്ലേ. അപ്പോൾ ജനറൽ തിയറി എന്നുള്ളൊരു പുസ്തകമൊക്കെ രചിച്ചു. അപ്പോൾ അതിനകത്ത് ഈ ഗ്രേറ്റ് ഡിപ്രഷനിൽ നിന്ന് കരകയറുന്ന ചില പൊടിക്കൈകളൊക്കെ കെയ്ൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന രീതിയിൽ എക്കണോമിക്സിന് രണ്ടാമത്തെ ഒരു ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായതപ്പോഴാണ്. അപ്പം കെയ്ൻസ് എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഇതിനെ ഈ കാലഘട്ടത്തിൽ കെയ്ൻസ് എടുത്ത ചില നയങ്ങളും കൂടെ ഒന്ന് പരിചയപ്പെടും. പ്രധാനമായിട്ട് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള US ഇക്കോണമിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള റൂസ്വെൽറ്റുമായിട്ട് കെയ്ൻസ് നടത്തിയ ചില അദ്ദേഹത്തിന്റെ പാളിച്ചകൾ സംഭവിച്ച ചില കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. ഒന്ന്, റൂസ്വെൽറ്റിന്റെ ഇക്കോണമിയുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു? വില കൂട്ടുന്ന ചില നയങ്ങളെക്കുറിച്ച്, പ്രൈസസ് കൂട്ടുന്നതിനെ കുറിച്ചൊക്കെ തീരുമാനമെടുത്തു അല്ലേ. പക്ഷേ നമുക്കറിയാം അല്ലേ, റൈസിങ് ഇൻ ദ പ്രൈസസ്, ഈ സമയത്ത് പ്രൈസ് കൂട്ടിയാൽ അല്പമെങ്കിലും ആളുകൾ വാങ്ങുമോ?
ഇല്ല, ആളുകളെ പണം ഇല്ല. അതിൻ്റെ വില കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ടാക്സ് ഒക്കെ കൂട്ടിയാൽ വില അങ്ങ് കൂടും. വില കൂടുമ്പോൾ വീണ്ടും ആളുകൾ വാങ്ങാതെ സാധനങ്ങൾ വീണ്ടും കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പം റൈസിങ് പ്രൈസസ് ആർ കൺസിഡേർഡ് ടു ബി എ സിംറ്റം ഓഫ് റൈസിങ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. പഴയ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. പ്രൈസ് കൂടുന്നത്, ചെറിയ പ്രൈസ് കൂടുന്നതൊക്കെ നല്ലതാണ്, കൂടുതൽ ഉൽപ്പാദനം നടക്കും, കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടും എന്നൊക്കെ. ബട്ട് ടു ഇൻക്രീസ് ദ പ്രൈസ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഔട്ട്പുട്ട് ഈസ് നോട്ട് ദ വേ. It should be the other way around, which is stimulating output by increasing aggregate purchasing power to get price up. അപ്പം ഇദ്ദേഹം പറഞ്ഞൊരാശയം ഇതാണ്: പ്രൈസ് കൂടുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ്? ഉൽപ്പാദനം കൂടുന്നത് നല്ലതാണ്. ചെറുതായിട്ട് ഉൽപ്പാദനം കൂടില്ലേ? പ്രൈസ് കൂടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കൊരു പ്രചോദനമാണ്, അയാൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ ഈ സമയത്ത് വില കൂടിയാൽ ആളുകളുടെ കയ്യിൽ പർച്ചേസിങ് പവർ ഇല്ലാത്തിടത്തോളം കാലം ആളുകളൊന്നും വാങ്ങത്തില്ല. വീണ്ടും അത് നമുക്ക് എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന അവസ്ഥയിലേക്ക് പോകത്തുള്ളൂ എന്ന രീതിയിലാണ് കെയ്ൻസ് റൂസ്വെൽറ്റിൻ്റെ ചില നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. അതാണ് ഡെഫിസിറ്റ് സ്പെൻഡിങ് വേണം. ഡെഫിസിറ്റ് സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കടമെടുത്തിട്ട് വേണം ചെലവാക്കാൻ. ഗവൺമെൻറ് ആളുകളിലേക്ക് പണം എത്തിക്കുന്ന നടപടികളെക്കുറിച്ച് ചിന്തിക്കണമെന്ന് കെയ്ൻസ് വെട്ടിത്തുറന്ന് പറയാനായിട്ടുള്ള ആർജവം കെയ്ൻസ് കാണിച്ചു. ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തണം. അപ്പം പണം എത്താനായിട്ട് തൊഴിൽ കൊടുക്കണം. തൊഴിൽ കൊടുക്കാനായിട്ടില്ല എങ്കിൽ കെയ്ൻസ് പറയുന്നത് എന്താണ്? ആളുകളെ കൊണ്ട് കുഴിയെടുപ്പിച്ച് കുഴി മൂടാൻ പറഞ്ഞിട്ട് പണം കൊടുക്കണം. വെറുതെ കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ മൂല്യം ഉണ്ടാകത്തില്ല അല്ലേ? എല്ലാവർക്കും വെറുതെ ബാങ്ക് അക്കൗണ്ടിൽ 5000 രൂപ വെച്ച് കൊടുത്താൽ യു ഡോണ്ട് കെയർ അല്ലേ? നിങ്ങൾക്കതൊരു വലിയ, നിങ്ങളൊന്നും ചെയ്യാതെ കിട്ടിയതാണ്. പക്ഷെ അതുകൊണ്ടാണ് തൊഴിലില്ല എങ്കിൽ തൊഴിലുണ്ടാക്കി, തൊഴിൽ നിർമ്മിച്ച് ഗവൺമെൻറ് ഇടപെടണമെന്ന് കെയ്ൻസ് പറഞ്ഞത്. ക്ലാസിക്കൽസ് ഗവൺമെൻറ് ഒന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത് അല്ലേ? പാവങ്ങളല്ലേ? അങ്ങനെ വിശ്വസിച്ചിരുന്നതിൽ നിന്ന് കെയ്ൻസ് ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാറി. ഓക്കെ, രണ്ടാമത്തെ ആണ് കെയ്ൻസിന്റെ പ്രധാനപ്പെട്ട ഒരു ആശയം. നമ്മൾ ഈ പറഞ്ഞ ഡെഫിസിറ്റ് സ്പെൻഡിങ് ആണ്. രാജ്യം മീൻസ് ടു പ്രോസ്പെറിറ്റി അല്ലെങ്കിൽ നല്ല കാലഘട്ടം, ശുഭകാലഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ ഗവൺമെന്റ് കുറേയേറെ കാര്യങ്ങൾ ചെലവാക്കണം. ഡെഫിസിറ്റ് സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കയ്യിലും വരുമാനം ഇല്ലാത്ത അവസ്ഥയാണ് ഇല്ലേ? രാജ്യത്തിന്റെ GNP ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഡെഫിസിറ്റ് വായ്പ എടുത്ത് ചെലവാക്കണം. വായ്പ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഗവൺമെന്റ് ബാധ്യതയാണോ? ആണ്, ശരിയാണ്. പക്ഷേ അത് ആളുകൾ അത് പല രീതിയിലും ഗവൺമെന്റിലേക്ക് തിരിച്ച് ആളുകളുടെ വരുമാനം കൂടുകയും ഉൽപ്പാദനം കൂടുകയും വീണ്ടും ആ പ്രക്രിയ തിരിച്ചു വരുമ്പോഴത്തേന് വീണ്ടും ഗവൺമെന്റ് നല്ല രീതിയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പം അതുകൊണ്ട് ഇദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ആശയം ഇതാണ്: 100 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ, assume that for each ₹100 of extra income, 100 രൂപയാണ് ഗവൺമെന്റ് ആളുകൾക്ക് കൊടുക്കുന്നെങ്കിൽ 10% എല്ലാ ആളുകളും ചെലവാക്കത്തില്ല. നിങ്ങൾക്ക് 100 രൂപ കിട്ടിയാൽ 100% നിങ്ങൾ ചെലവാക്കത്തില്ല. 10% നിങ്ങൾ സേവ് ചെയ്യും. ശരിയല്ലേ? വരുമാനം കിട്ടുന്ന ഒരാളാണെങ്കിൽ 20% ഗവൺമെന്റ് എന്ത് ചെയ്യാം? ടാക്സ് ആയിട്ട് തിരിച്ചെടുക്കാം. ഓക്കെ, 20% നിങ്ങൾ രാജ്യത്തിൻ്റെ ഉൽപ്പാദനം അല്ലാതെ വിദേശ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തീർക്കും. നിങ്ങൾക്ക് ചിലപ്പം ഫോറിൻ സാധനങ്ങളൊക്കെ വാങ്ങാനും താല്പര്യമൊക്കെ കാണും. ഇമ്പോർട്ടഡ് സാധനങ്ങളുടെ ഒക്കെ പുറകെ പോകും. പക്ഷേ 20, 40, 10, 50% പോയാലും എന്ത് സംഭവിക്കും? 50% എവിടെ ചെലവാക്കും? രാജ്യത്തിൻ്റെ അകത്ത് ചെലവാക്കും ഇല്ലേ? രാജ്യത്തിൻ്റെ അകത്ത് ചെലവാക്കും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? അത് രാജ്യത്തിന് ഉണർവ് സംഭവിക്കും. 50% നിങ്ങളിവിടെ ചെലവാക്കുമ്പോൾ അത്രത്തോളം ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ പ്രൊഡക്ഷൻ സംഭവിക്കണം അല്ലേ? ഡിമാൻഡ് കൂടുകയാണെങ്കിൽ പ്രൊഡക്ഷൻ സംഭവിക്കും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ ചെറുതായിട്ട് വീണ്ടും ആളുകളുടെ കയ്യിലേക്ക് വരുമാനം, കുറച്ച് പേരെ തൊഴിലിന് ആവശ്യമുണ്ടല്ലേ? ഉൽപ്പാദനം കൂട്ടുമ്പോൾ തൊഴിലാളികളുടെ എണ്ണം വേണം. തൊഴിലാളികളുടെ എണ്ണം കൂട്ടുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? അവർക്കും വരുമാനം വരികയാണ്, അവരും ചെലവാക്കും. അപ്പോൾ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസ്പെറിറ്റിയുടെ ശുഭകാലഘട്ടത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ഭാഗം ഇവിടെ ക്രോഡീകരിച്ച് കൊടുത്തിട്ടുണ്ട്. $200 അല്ലെങ്കിൽ 200 പൗണ്ടാണ് ചെലവാക്കുന്നതെങ്കിൽ, ചെറിയ അക്ഷരം ആയതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് നോക്കാം. ഗവൺമെൻറ് $200 മില്യൺ 200 രൂപയാണ് ഇഞ്ചക്ട് ചെയ്യുന്നതെങ്കിൽ എത്രയായിരിക്കും? 50% ആൾക്കാർ എടുക്കത്തുള്ളൂ അല്ലേ? ആൾക്കാർ ചിലവാക്കത്തുള്ളൂ. ബാക്കി 50% എവിടെ പോകും? 20 രൂപ എവിടെ പോകും? സേവ് ചെയ്യും. 40 രൂപ ടാക്സ് ആയിട്ട് പോകും. 40 രൂപ ഇമ്പോർട്ടിന് വേണ്ടി പോകും. 40, 80, 20 എന്താണ്? 100 രൂപ എവിടെ പോകും? അല്ലാതെ പോകും. 100 രൂപ എവിടെ വന്നു? രാജ്യത്തിൻ്റെ അകത്ത് തന്നെ വന്നു.
200 രൂപയാണെങ്കിൽ 100 രൂപ രാജ്യത്തിൻ്റെ അകത്ത് വന്നു. ഓക്കെ ആണല്ലോ. ഇനി ഈ 100 രൂപയിൽ എന്ത് സംഭവിക്കും? 50 രൂപ എന്ത് സംഭവിക്കും? രാജ്യത്തിന് പുറത്തേക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അകത്ത് ചിലവാക്കും. ബാക്കി എവിടെ പോവും? സേവ് ചെയ്യപ്പെടും, ടാക്സ് ചെയ്യപ്പെടും, ഇമ്പോർട്ടിന് വേണ്ടി പോകും. ശരിയല്ലേ? 50 രൂപ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പുരോഗതിയിലേക്ക് വന്നു. ഈ 50 രൂപയാകുമ്പോൾ എന്ത് സംഭവിക്കും? 50 രൂപ ഇവിടെ ചിലവാക്കുമ്പോൾ വീണ്ടും അതിൻ്റെ ഇത്ര ശതമാനം ഇവിടെ സേവ് ചെയ്യും, ഇത്ര ശതമാനം ഇവിടെ ടാക്സ് ചെയ്യും, ഇവിടെ ഇത്ര ശതമാനം ഇമ്പോർട്ടിന് പോകും, ബാക്കി എന്ത് ചെയ്യും? വീണ്ടും രാജ്യത്തിൻ്റെ അകത്ത് ചിലവാക്കും. അതിൻ്റെ വീണ്ടും 50% രാജ്യത്തിൻ്റെ അകത്ത് ചിലവാക്കും, അതിൻ്റെ 50% രാജ്യത്തിൻ്റെ അകത്ത് ചിലവാക്കും. അങ്ങനെ ഈ പ്രക്രിയ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? അങ്ങനെ ആളുകൾക്കൊരു തൊഴിൽ അല്ലെങ്കിൽ ഒരു വരുമാനം കൊടുക്കുകയാണെങ്കിൽ അവരുടെ വരുമാനത്തിൻ്റെ 50% നമ്മുടെ രാജ്യത്തിന് ഉണർവ് ഏകുന്ന രീതിയിൽ പോകും. ബാക്കി 50% പല രീതിയിൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ വരികയൊക്കെ ചെയ്യും. ഈ 50%ൻ്റെ 50% വീണ്ടും വരും, വീണ്ടും അതിൻ്റെ 50% വരും. ഇങ്ങനെ രാജ്യം പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ ഗവൺമെൻറ് ചെയ്യുന്നത്? ഡെഫിസിറ്റ് സ്പെൻഡിങ്. ഗവൺമെൻറ് ലോൺ എടുത്തിട്ടാണെങ്കിലും വായ്പ എടുത്തിട്ടാണെങ്കിലും രാജ്യത്തിൻ്റെ അകത്തെ ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന പ്രക്രിയയിലേക്ക് കടന്നേ പറ്റുള്ളൂ. അങ്ങനെയേ രാജ്യത്തെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് 1933 ആയപ്പോഴേക്കും നമ്മുടെ ഗ്രേറ്റ് ഡിപ്രഷനിൽ നിന്ന് രാജ്യം പതുക്കെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി, കെയ്ൻസിൻ്റെ സഹായത്തോടു കൂടി കരകയറാനായിട്ട് ശ്രമിച്ചത്. അല്ലെങ്കിൽ പതുക്കെ ആ പ്രക്രിയയിൽ നിന്ന്, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രാജ്യങ്ങളൊക്കെ തന്നെ വിടുതൽ സംഭവിച്ചത് കെയ്ൻസിൻ്റെ ഈ 2 ആശയങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടാണ്. താങ്ക് യു.